ഹലോ, ഇന്ന് നമ്മളൊരു ഔട്ട്ഡോർ വീഡിയോ ആണ് ചെയ്യുന്നത്. ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടി പോയപ്പോൾ എടുത്തതാണ്. എനിക്ക് നേരത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, വേറെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ മിനിമലായിട്ട് മാത്രമേ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. ഈ കാണുന്ന കുറച്ച് ബോൾസ്, പിന്നെ സ്റ്റാർ, കുറച്ച് സാന്റാക്ലോസിൻ്റെത്, അങ്ങനെ ഭയങ്കര മിനിമലായിട്ട് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഈ സാന്റാക്ലോസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഞാൻ പണ്ട് കുഞ്ഞായിരിക്കുമ്പോൾ വേറെ ട്രീസിലൊക്കെ ഇതേപോലെ സാന്റാക്ലോസിൻ്റെ ഈ കുഞ്ഞു രൂപങ്ങൾ തൂക്കിയിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ശരിക്കും അന്ന് ഇതൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. ജസ്റ്റ് ആ ഒരു വർണ്ണക്കടലാസ് പോലത്തെ ആ പേപ്പറിൻ്റെ സ്റ്റാറും അതേപോലെ നമ്മൾ ഉണ്ടാക്കുന്ന കുറച്ച് കലാപരിപാടികളൊക്കെ ആയിരുന്നു നമ്മുടെ ട്രീയിൽ ഉണ്ടായിരുന്നത്. അന്ന് ഈ സാന്റാക്ലോസിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു കേട്ടോ. ഒരെണ്ണം എനിക്കിത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഇന്ന് എനിക്കത് കുറേ എണ്ണം വേണമെങ്കിലും വാങ്ങാൻ കഴിയും. പക്ഷേ നമുക്കത് ആഗ്രഹിക്കുന്ന സമയത്ത് കിട്ടുമ്പോഴല്ലേ അതിന് എക്സാക്റ്റ് അതിൻ്റെ വാല്യൂ ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ ഓടിപ്പോയി ഒരു തട്ടിക്കൂട്ട് പുൽക്കൂട് കൂടെ സെറ്റ് ചെയ്തു. ഇത് ആക്ച്വലി കംപ്ലീറ്റ് ആയിട്ടില്ല. ഇനി ഇതിൻ്റെ മേലെ എനിക്ക് തേന വിതറാനുണ്ട്. ഞാൻ ആക്ച്വലി ഈ സൈഡിൽ കൂടെ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ എൻ്റെ സെൻറ്ററിലൊക്കെയും ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഏകദേശം ഡിസംബർ 15 ആ ഒരു ടൈമിലൊക്കെയാണ്. കാരണം അന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം വേഗം വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. പിന്നെ ഈ കാണുന്ന പ്ലെയിൻ ആയിട്ടുള്ള ഏരിയയിലൊക്കെ എനിക്ക് തേന ഇടാനുള്ളതാണ്. ഇതെല്ലാം കിളുത്ത് കഴിയുമ്പോഴാണ് എൻ്റെ ഫൈനൽ ലുക്കാവുള്ളൂ. ഇപ്പം സത്യം പറഞ്ഞാൽ അത്ര ലുക്ക് ഇല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും പുൽക്കൂട് സെറ്റ് ചെയ്യാനായിരുന്നു, സെറ്റ് ചെയ്തു, ദാറ്റ്സ് ഓൾ. ഇനി ഒരു ക്രിസ്മസ് ട്രീ നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും കുഞ്ഞിത് നോക്കിയാണ് എടുത്തത്. നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്തിട്ട് നെക്സ്റ്റ് ടൈം നല്ല നോക്കിയിട്ട് വാങ്ങാൻ ഓർത്തിട്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ വീട്ടിലെ ലൈവായിട്ടുള്ള പ്ലാന്റിൻ്റെ ഒരു എന്തെങ്കിലും ഒരു നല്ലൊരു ശിഖരം നോക്കി വെട്ടിയെടുക്കുകയാണ് പതിവുള്ളത്. എല്ലാം സെറ്റായാലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു അപ്പൂപ്പനെ കൊണ്ട് കുക്കി പോകുന്നത് ഞാൻ എൻ്റെ കണ്ണിൽ പെട്ടത്. വേഗം അത് എടുത്തോണ്ടെന്ന് തിരിച്ച് ഞാൻ ഇട്ടു. പക്ഷേ അധികം അതിന് ആയുസ് ഉണ്ടായിരുന്നില്ല. അവൾ അതിൻ്റെ പുറകെ തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, എനിക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന പോലെ അവൾക്ക് അപ്പൂപ്പനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു വിധത്തിലാണ് അവളുടെ കണ്ണ് വെട്ടിച്ച് എല്ലാ അപ്പൂപ്പനെ എടുത്തിട്ട് അവളുടെ കൈയെത്താത്ത പോലെ മേലോട്ടേക്ക് തൂക്കിയിട്ടു. ചേട്ടൻ്റെ കൊച്ചു വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അവനാണ് പറഞ്ഞത്, ചിറ്റേ ഓടിവാ, അതൊക്കെ കുക്കി നമ്മുടെ അപ്പൂപ്പനെ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പൂപ്പനെ ഞാൻ എടുത്തൊരു വിധത്തിൽ മാറ്റി കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്ക് ബോൾസായി, ലൈറ്റ്സായി, പിന്നെ ഒന്നും പറയണ്ട. ആ ട്രീ ഒക്കെ ഏകദേശം ഒരു അവസ്ഥയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ ഭാഗത്ത് വെയിലടിക്കുന്നതായതുകൊണ്ട് ഞാൻ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ക്ലോത്ത് ഈ ഒരു പുൽക്കൂടിൻ്റെ മേലെ കൂടെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ തിന അല്ലെങ്കിൽ കിളുക്കത്തില്ല, അതുകൊണ്ടാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ കമ്പനിയിലെ ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടിയിട്ട് എറണാകുളം പോയി തിരിച്ചു വന്നപ്പോഴാണ് വേറൊരു കഥ അറിയുന്നത്. നമ്മുടെ കുക്കിക്ക് കൗതുകം കാരണം ഈ പുൽക്കൂടിനകത്തൊക്കെ കയറിയിരുന്നു ഇത് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ഇത് വെയിലിട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഭാഗ്യത്തിന് ഞാനിതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചു. അപ്പോൾ എന്തായാലും എനിക്കുള്ള സമയം കൊണ്ട് ഇത്രയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയത് വലിയ കാര്യം. എന്തായാലും ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ബൈ ബൈ.